കൊൽക്കത്തയുടെ ടോപ്പ് ഓർഡർ അത്ര മികച്ചതാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ലാസ്റ്റ് മത്സരത്തിൽ ഹൈദരാബാദിനെതിരെയുള്ള ലാസ്റ്റ് മത്സരത്തിൽ പോലും കൊൽക്കത്തയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ തകർന്നപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അവരുടെ ടോപ്പ് ഓർഡർ എത്രത്തോളം ശക്തമാണെന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പ് അല്ല ഈ പറയുന്ന കൊൽക്കത്തയുടേത്. മറ്റു ടീമുകളിലെ പവർ പ്ലേ അവർ ശരിക്കും പറഞ്ഞാൽ മാക്സിമം ഈ പറഞ്ഞ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം 60 റൺസിന്റെ മണ്ടയ്ക്ക് നേടാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ, പ്യൂർ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു സ്കോറിലോട്ട് 70, 80, 90 എന്നുള്ള ഒരു സ്കോറിലോട്ട് വരെയും പല ടീമുകളും എത്തുന്നുണ്ട്. പക്ഷേ അവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ കൊൽക്കത്തയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഈ ഈഡൻ ഗാർഡൻസിൽ കഴിഞ്ഞ മത്സരം, ഇന്നലെ നടന്ന മത്സരം ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. പക്ഷെ അവിടെ പോലും കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ആണ്, അവിടെ പോലും നല്ലൊരു പവർ പ്ലേ, ഒരു 60 റൺസിന് മണ്ടക്കോട്ട് എടുക്കാനായിട്ടുള്ള ഒരു പവർ പ്ലേ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ. അതായത് എന്താ വെച്ചാൽ ഈ ഡീകോക്കും സുനിൽ നരയനുമാണ് ഓപ്പണിംഗ് വരുന്നത്. ഇവർ രണ്ടുപേരും ഈ പറയുന്ന പോലെ, സുനിൽ നരയൻ കണ്ണും പൂട്ടി അടിക്കുന്ന ഒരു താരം തന്നെയാണ്. കളിച്ചാൽ നല്ലത്, കളിച്ചാൽ ബെറ്റർ എന്നുള്ളതാണ്. ഡീകോക്കിനെ ഒട്ടും ഈ പറഞ്ഞ പോലെ ഈ സമീപകാലത്ത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എപ്പോൾ വേണേലും പോകാം എന്നുള്ള നിലയിലാണ്. അത് തന്നെയല്ല, അത്രയും അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു ബാറ്റർ അല്ല ഡീകോക്ക്. ഒരു ആവറേജ് അഗ്രസീവ്നെസ് ഉള്ള ഒരു ബാറ്ററാണ് ഡീകോക്ക്. അതുകൊണ്ട് സുനിൽ നരയൻ പക്ഷേ ഈ പറയുന്ന പോലെ കണ്ണും പൂട്ടി അടിക്കുന്ന ഒരു താരമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ബാറ്റർ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ പലർക്കും ഒരുപക്ഷെ അതിനോട് യോജിപ്പില്ലായിരിക്കും. പക്ഷെ ഒരു ഓൾറൗണ്ടർ പോലെ, ഒരു ഓൾറൗണ്ടറിനേക്കാൾ ഇച്ചിരി താഴെ നിൽക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു സുനിൽ നരയന്റേത്. പക്ഷെ അവിടെ നിന്നുള്ള പല പരീക്ഷണങ്ങളുടെ അടിസ്ഥാനമായിട്ട് അദ്ദേഹത്തെ ഓപ്പണിംഗ് ഇറക്കുന്നു. പിന്നീട് എല്ലാവരും സ്ഥിരമായിട്ട് അദ്ദേഹത്തെ ഓപ്പണിംഗ് ഇറക്കാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഓപ്പണിംഗ് ഇറക്കിയതിന്റെ പിന്നിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പവർ പ്ലേയിൽ മാക്സിമം അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ്. വേറെ ഒന്നും നോക്കാണ്ട് ഒരു പ്രോപ്പർ ബാറ്ററിനെ നഷ്ടപ്പെടാണ്ട് നമുക്ക് കുറച്ചുകൂടെ റിസ്ക് എടുത്ത് കളിക്കാൻ പറ്റുന്ന ഒരു താരം. അങ്ങനെ ഒരു നിലയിലാണ് സുനിൽ നരയനെ ഈ പറയുന്ന പോലെ ഓപ്പണിംഗിൽ പരീക്ഷിക്കുന്നത്. പക്ഷെ അത് ക്ലിക്കായതിനു ശേഷം ഈ പറയുന്നുള്ള ടീമുകൾ അല്ലെങ്കിൽ കൊൽക്കത്ത ആയാലും ഈ പറയുന്ന സുനിൽ നരയനെ അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ ആയിട്ട് തന്നെ കണ്ടേക്കാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഈ സുനിൽ നരയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോപ്പർ ബാറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ പല പ്രശ്നങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ലോഫ്റ്റഡ് ഷോട്ടുകൾ അടിക്കാനാണ് കൂടുതലും ഈ പറയുന്ന പോലെ പറ്റുന്നത്. അല്ലാണ്ട് ഒരു ഗ്യാപ്പ് കണ്ടെത്തി അടിക്കാനോ ഈ പറയുന്ന പോലെ ബൗണ്ടറികൾ നേടാനോ സിംഗിൾസ് എടുക്കാനോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ സുനിൽ നരയനെ അലട്ടുന്നുണ്ട്. അപ്പം ഒരു രീതിയിൽ സുനിൽ നരയൻ പെട്ടെന്ന് വിക്കറ്റ് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ടീമിന് പ്രഷറാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സുനിൽ നരയനെ വിശ്വസിച്ചിട്ട് ഒരു ബാറ്ററിനെ അവോയ്ഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ്. അതായത് ഒരു ഓൾറൗണ്ടർ എന്നുള്ളൊരു സ്ഥാനത്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തോട്ട് നമുക്ക് വേറൊരു ബാറ്ററിനെ നമുക്ക് കാണാൻ കഴിയും. സുനിൽ നരയൻ നമുക്ക് അങ്ങോട്ട് ഒരു പ്രതീക്ഷ പോകത്തില്ല. ഇത് ടോപ്പ് ഓർഡർ ബാറ്റർ, നമുക്ക് അത്രയും ബോളുകൾ നഷ്ടപ്പെടുന്നു. ഈ പറയുന്ന പോലെ നല്ല പ്യുവർ ബാറ്റേഴ്സിന്റെ ആ ഒരു അഭാവം പവർ പ്ലേയിൽ നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് സുനിൽ നരയനെ ഇറക്കുന്നതിന്റെ പിന്നിൽ. പക്ഷെ സുനിൽ നരയൻ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറിട്ട് നിൽക്കുക തന്നെ ചെയ്യും. അത് അവരുടെ മാച്ചിൽ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും. കാരണം അത്രത്തോളം ഈ പറയുന്ന പോലെ വിന്നിങ് നോക്കായിട്ടുള്ള ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിക്കാറുള്ളത്. കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീകോക്കിനെ ഇപ്പൊ പറയുന്നതൊക്കെ വിശ്വസിക്കാനും പറ്റത്തില്ല. അപ്പൊ ഇവർ രണ്ടുപേരും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് തന്നെ പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇറങ്ങുന്നത് അജിങ്ക്യ രഹാനെയും അതുപോലെ തന്നെ അൻകുഷ് രഘുവൻഷിയൊക്കെയാണ്. അപ്പം ഇവർ രണ്ടുപേരും ഈ പറയുന്ന പോലെ ഒരു അഗ്രസീവ് ബാറ്റർ അല്ല. ഇവർ രണ്ടുപേരും വളരെ നോർമലായിട്ട് കളിക്കുന്ന ഒരു ബാറ്ററാണ്. അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ റണ്ണ് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊൽക്കത്തയെ സംബന്ധിച്ച്. പിന്നീട് ഇവരുടെ എന്ന് പറഞ്ഞാൽ ഈ മധ്യനിര വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഫിനിഷിങ് കൊടുക്കുന്ന സൈഡ് വളരെ സ്ട്രോങ് ആണ്. അതിനുശേഷം ഈ പറയുന്ന ഇറങ്ങുന്ന വെങ്കടേഷ് അയ്യർ ആണെങ്കിലും റസല്, റിങ്കു സിംഗ്, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് കൊടുക്കുന്ന ഒരു എന്താ പറയുന്ന പ്ലെയേഴ്സ് ആണ്. അപ്പം ആ ഒരു സൈഡ് കൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന കൊൽക്കത്ത പിടിച്ചു നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം കൊൽക്കത്ത വളരെ ഫ്ലോപ്പായിട്ട് പോകുന്ന ഒരു ടീം ആയേനെ. അപ്പം എന്തായാലും പിന്നീട് രഹാനെയൊക്കെ ഇപ്പോൾ ഒരു ഓവറിലൊക്കെ 6 അടിക്കുവാണെങ്കിൽ പോലും രണ്ടാമതൊരു 6 നോക്കത്തില്ല, അല്ലെങ്കിൽ മാക്സിമം ആ ഓവറിൽ ബൗണ്ടറികൾ നേടാം എന്നുള്ളൊരു ഒരു ചിന്തയിലോട്ട് രഹാനെ പോകത്തില്ല. കാരണം അദ്ദേഹം ഒരു എന്താ പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിൽ പെടുന്ന ഒരു ബാറ്റർ അല്ല, കുറച്ചുകൂടെ മുന്നത്തെ ഒരു ജനറേഷനിൽ പെടുന്ന ഒരു ബാറ്ററാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടാകത്തില്ല. ഒരു 6 അടിച്ചതിന് ശേഷം അടുത്ത സിംഗിൾ ഇട്ട് റൊട്ടേറ്റ് ചെയ്യുക, ബേസിക് ആയിട്ടുള്ളൊരു ഈ പറയുന്ന ക്രിക്കറ്റ് നോളജ് മാത്രമാണ് അദ്ദേഹം അവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 6 അടിച്ചു, എന്നാലും അടുത്ത ബോളോട് 6 അടിച്ചിട്ട് ആ ഓവറിനെ മാക്സിമം ഒരു നമ്മുടെ സൈഡിലോട്ട് വരുന്ന ഒരു ബെറ്റർ ഓവർ ആക്കി മാറ്റാം എന്നുള്ള ചിന്തയിലോട്ട് ഒരിക്കലും രഹാനെ പോകുന്നില്ല. ഒരു 6 അടിച്ചാൽ ഓക്കെ, ഒന്ന് റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഓവറിൽ ഇനി വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട എന്നുള്ളൊരു മെന്റാലിറ്റിയോട്ട്
പോകുന്ന ഒരു ബാറ്ററാണ് ഈ പറയുന്ന രഹാനെ ആണെങ്കിലും രഘുവംശിയൊക്കെ ആണെങ്കിലും. അപ്പൊ അവരിൽ നിന്നും ഈ പറയുന്ന പോലെ നല്ലൊരു സ്ട്രൈക്ക് റേറ്റിൽ റണ്ണ് മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന പ്രശ്നം. പക്ഷേ ഇവരുടെ ഒരു വിജയം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബോളേഴ്സ് അത്രയും നല്ല ബോളേഴ്സ് ആണ്. അവരെ കൊണ്ട് ഈ പറയുന്ന ഏത് ചെറിയ ടോട്ടലിലും എറിഞ്ഞൊതുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അത്രയും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ബോളേഴ്സ് ആണ് കൊൽക്കത്തയ്ക്കുള്ളത്. അത് അവരുടെ ഒരു വിജയം തന്നെയാണ്. എന്തായാലും നമുക്ക് കൊൽക്കത്തയുടെ അടുത്ത മത്സരം എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം ആ മത്സരത്തിന്റെ ശേഷവും നടക്കാൻ ഇരിക്കുന്ന മത്സരങ്ങളുടെയും ഒക്കെ റിവ്യൂ ആയിട്ടും റിയാക്ഷൻ ആയിട്ടും ഒക്കെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.